പണിതിട്ടും പണിതീരാത്തൊരു പോലീസ് സ്റ്റേഷനാണ് എഴുകോൺ പോലീസ് സ്റ്റേഷൻ. നിർമ്മാണം ആരംഭിച്ചിട്ട് 4 വർഷം പിന്നിടുന്നു. 2022 മാർച്ച് 6-ന് മുഖ്യമന്ത്രി ഓൺലൈനിലായാണ് നിർമ്മാണോദ്ഘാടനം നടത്തിയത്. ആദ്യം ബജറ്റ് ഫണ്ടിൽ നിന്ന് 1.62 കോടി രൂപ വകയിരുത്തി. ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുടക്കത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പലതവണ മുടങ്ങി. നിലവിൽ 1.5 വർഷത്തോളമായി നിർമ്മാണം പൂർണ്ണമായി മുടങ്ങിയതോടെ പോലീസ് സ്റ്റേഷൻ പരിസരവും കാടുമൂടിയ നിലയിലാണ്. നാട്ടുകാർക്കെല്ലാവരും ഭയങ്കര ഇതായിട്ട് കിടന്നായിരുന്നു. പട്ടി ശല്യവും പന്നിയും എല്ലാ ശല്യം, പാമ്പും ഒക്കെ ഭയങ്കര ശല്യമായിട്ടിരുന്നായിരുന്നു. അത് ഇപ്പം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ശല്യം നാട്ടുകാർക്ക് കുറെ കുറഞ്ഞിരിക്കും. കാട് കയറി കിടന്നായിരുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു പട്ടി ശല്യമാണ് ഭയങ്കരമായിട്ട് ശല്യമായിട്ടിരുന്നത്. ഒരു 10-20 പട്ടി പറ്റി കിടക്കിയതിനകത്ത്. അത് എല്ലാവരും അതിൽ കൂടെ പോകുമ്പോൾ കടിക്കാനും എടുക്കാനും അല്ലാതുള്ള ഭയങ്കര ശല്യങ്ങളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മളും അതിനകത്ത് കുറെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് വെച്ചാൽ വണ്ടിയും കൊണ്ട് വരുമ്പോൾ പട്ടി കൂടെ ഓടിക്കാൻ, കടിക്കാൻ വരികയും അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തുകയുടെ 90% ഹാബിറ്റാറ്റ് കൈപ്പറ്റിയിട്ടും കെട്ടിട നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. നിലവിൽ കേരള സ്റ്റേറ്റ് പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. വീണ്ടും 1.65 കോടി രൂപ കൂടി അനുവദിച്ച് ടെൻഡർ നടപടികളും ആരംഭിച്ചു. എന്നിട്ടും പഴയപടി ഇഴഞ്ഞു നീങ്ങുകയാണ് കാര്യങ്ങൾ. ഇതിനിടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ കുറച്ച് കാടുകൾ വെട്ടിത്തെളിച്ചിട്ടുമുണ്ട്. എഴുകോൺ പോലീസ് സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഉദ്യോഗസ്ഥരും. ഈ പോലീസിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളോളം ആയതാണ്. എന്നാൽ കുറച്ച് പണി തുടങ്ങും, പിന്നെയും നിർത്തിവെക്കും, പിന്നെയും തുടങ്ങും, പിന്നെയും നിർത്തി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പട്ടി പ്രസവിക്കുന്നത് പോലും അതിനകത്താണ്. എത്ര പ്രസവം കഴിഞ്ഞവരെ ഏറ്റവും മുകളിൽ വരെ പോയി കിടക്കും. രാത്രിയിലും അതിനകത്ത് കിടക്കുന്നത്. ഞാൻ കിടന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇവിടെ ഇരിക്കാനും പറ്റില്ല, അത് കിടക്കാനും പറ്റില്ല. കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും. പട്ടി കുരയ്ക്കുന്നത് എപ്പോഴും ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ. പിന്നെ കാട്, ഇഴജന്തുക്കളുടെ ശല്യങ്ങൾ. വർഷങ്ങളായി ഓടുമേഞ്ഞ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. 2005-ൽ സ്റ്റേഷൻ ഈ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റിയ ശേഷം വല്ലപ്പോഴും നടത്തുന്ന പെയിന്റിംഗ് അല്ലാതെ കാര്യമായ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. പഴയ രീതിയിലുള്ള ഓടിട്ട വീടായതിനാൽ മുറികളെല്ലാം ഇടുങ്ങിയതും വെളിച്ചം കടക്കാത്തതുമാണ്. അസൗകര്യങ്ങളുടെ നടുവിലാണ് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ള പോലീസ് സേന ജോലി ചെയ്യുന്നത്. പോലീസ് വാഹനങ്ങൾക്ക് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്റ്റേഷനിൽ തൊണ്ടി മുതലായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. തൊണ്ടി മുതലായ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും സ്റ്റേഷന്റെ 4 വശവും നിറഞ്ഞു. ഇതിൽ മരപ്പട്ടിയും ഇഴജന്തുക്കളും താവളമാക്കി കഴിഞ്ഞു. സമീപം റബ്ബർ മരങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ ചെള്ളുശല്യവും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.